ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ജോസി വാഗമറ്റൻ നോവൽ രാത്രിമഴയുടെ 10-ാമത്തെ അധ്യായം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. രാത്രി റീത്താമ്മയ്ക്കും സെലിനും ഉറക്കം വന്നില്ല. സിബി ലോക്കപ്പിൽ മർദ്ദനമേറ്റ് അവശനായി കിടക്കുകയായിരിക്കുമെന്ന് അവരൂഹിച്ചു. ഓരോ ഇടിയും ചവിട്ടും കാണാമെന്ന് റീത്താമ്മയ്ക്ക് തോന്നി. നെഞ്ചിൽ തന്നെയാണ് കൊള്ളുന്നത്. വലിയ മുഴക്കത്തോടെ ഭും ഭും എന്നാണ്. തൻ്റെ നെഞ്ചിലാണ് അതല ഏൽക്കുന്നതെന്ന് റീത്താമ്മയ്ക്ക് തോന്നി. ശ്വാസം മുട്ടുന്നു. നെഞ്ച് പൊട്ടിപ്പോകുന്ന വേദന. ഇടിയും ചവിട്ടുമേറ്റ് ഉള്ളിലുള്ളതെല്ലാം കലങ്ങി ചോരയാകുന്നു. റീത്താമ്മ ഏങ്ങലടിച്ചു കരഞ്ഞു. സെലിനും കരയുകയായിരുന്നു. സിബിച്ചനല്ലാതെ തങ്ങൾക്കാരുണ്ട്? സിബിച്ചാൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താ മോളെ, അവനെന്താ ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ. മുതലാളിയോട് ഒന്നുകൂടി അപേക്ഷിച്ചാലോ അമ്മേ? ആ മൂർഖൻ നമ്മുടെ അപേക്ഷ കേൾക്കല്ലോ മോളെ. അയാളോട് ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതാ. എന്നിട്ടും റീത്താമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളെന്ത് ചെയ്യും അമ്മേ? എന്തു ചെയ്യാനാ? അവനവിടെ കിടന്ന് ഇടികൊണ്ട് ചാകും. മാത്യു മുതലാളിയുടെ വീട്ടിൽ കയറി വേണ്ടാതിനം കാണിച്ചിട്ടില്ലേ? മനുഷ്യരാരെങ്കിലും അതിന് ധൈര്യപ്പെടും? അവൻ ഇത്രയും നാളെ ജോലി കൊടുത്തില്ലേ? തോട്ടത്തിൽ സൂപ്പർവൈസറാക്കി, ട്യൂഷൻ്റെ ജോലി കൊടുത്തു ബംഗ്ലാവിൽ. ചോദിക്കുന്ന കാശ് തന്നു. അയാളോട് ഒട്ടി നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചെടുക്കാൻ നോക്കേണ്ടതിന് പകരം അവൻ ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ അമ്മേ കാര്യം? കാര്യമുണ്ടടി. മനുഷ്യൻ ഒരനുഭവം കൊണ്ട് പഠിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്കെന്താ ചെയ്താൽ അനുഭവിക്കട്ടെ. ലോക്കപ്പിലെങ്ങനെ കിടന്ന് ചാകട്ടെ. തള്ളയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ളവൻ ഇങ്ങനെ വഴക്കിനും വക്കാണത്തിന് പോവുമോ? അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും റീത്താമ്മയുടെ നെഞ്ച് പൊട്ടുന്നുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും അമ്മേ? സിബിച്ചായനെ എങ്ങനെ രക്ഷിക്കാൻ? മാത്യു മുതലാളിയോടല്ലേ അവൻ വഴക്കിന് ചെയ്യുന്നത്? അയാൾ പോലീസിന് രൂപ വാരിക്കോരി കൊടുത്തു കാണും തല്ലിച്ചതയ്ക്കാൻ. കിട്ടിയ കാശിൻ്റെ നന്ദി പോലീസുകാർ കാണിക്കാതിരിക്കുമോ? സെലിൻ മൂകയായിട്ടിരുന്നു. സിബിച്ചായൻ കാരണം എത്ര ജീവിതമാണ് തകരുന്നതെന്ന് അവളോർത്തു. തൻ്റെ ജീവിതം നശിപ്പിച്ചത് സിബിച്ചായനല്ലേ? അന്ന് രാത്രിയിൽ റോയ്ച്ചാനെ സിബിച്ചായൻ തല്ലി അപമാനിച്ചു വിട്ടു. റോയ്ച്ചൻ തന്നെ സ്നേഹിച്ചവനാണ്, തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവനുമാണ്. പക്ഷേ സിബിച്ചായൻ തല്ലിയതിനു ശേഷം റോയ്ച്ചാന് തന്നോട് പിണക്കമായി. പിന്നെ ഒരിക്കലും തന്നെ റബ്ബർ തോട്ടത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല, തേടി വന്നിട്ടില്ല. ഇപ്പോൾ കണ്ടാൽ മിണ്ടാറേയില്ല. റോയ്ച്ചൻ തന്നെ വെറുത്തു കഴിഞ്ഞു. ഒരിക്കലും പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ റോയ്ച്ചനെ കണ്ട് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം തന്നെ കണ്ടിട്ടും കണ്ടില്ലെന്ന് തിരിഞ്ഞു നടക്കുകയായിരുന്നു. റോയ്ച്ച ഹൃദയവേദനയോടെ വിളിച്ചു. റോയ്ച്ചൻ നിന്നു. എന്താ? റോയ്ച്ചന് എന്നോട് പിണക്കാണോ? എനിക്കാരോടും ഇണക്കുമില്ല പിണക്കുമില്ല. റോയ്ച്ചപ്പനെ കാണാനേ ഇല്ല. എന്നെ മറന്നോ? ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഞാനെന്ത് തെറ്റ് ചെയ്തു? അത് പറ. ഞാനെന്ത് തെറ്റ് ചെയ്തെന്ന് നീ പറ. അത് ഞാൻ പറയണോ? റോയ്ച്ചനെ അറിഞ്ഞുകൂടെ? ഈ പാവപ്പെട്ട പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചില്ലേ? എൻ്റെ ചാരിത്രം കവർന്നെടുത്തില്ലേ? ഇപ്പോൾ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നുകൂടിയില്ല. വേറെ വല്ലതും പറയുന്നുണ്ടോ? എന്നോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ എവിടെ? എല്ലാം കാര്യം കാണാനുള്ള കള്ളത്തരായിരുന്നല്ലേ? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അതിനെന്ത് പറ്റി? നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നിൻ്റെ ചേട്ടൻ സിബിച്ചായ നമ്മളെ തെറ്റിദ്ധരിച്ചതാ. അങ്ങനെ ഒരു സമയത്ത് മറ്റൊരു പുരുഷൻ്റെ കൂടെ സ്വന്തം പെങ്ങളെ കണ്ടാലേ ഏതൊരാങ്ങളെയും അങ്ങനെയല്ലേ ചെയ്യും. ഇപ്പോൾ സിബിച്ചായന് കാര്യങ്ങൾ മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? അവനൊന്നും മനസ്സിലായിട്ടില്ല. അവൻ മനഃപൂർവ്വം എന്നെ മർദ്ദിക്കുകയായിരുന്നു. നിനക്കും അതിൽ പങ്കുണ്ട്. എനിക്ക് പങ്കോ? അതെ, നീ പറഞ്ഞിട്ടാണ് അവൻ അവിടെ വന്നതും എന്നെ പിടികൂടി തല്ലിയതും. നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരൊത്തുകളിയായിരുന്നു അത്. എന്നിട്ട് തല്ലിച്ചതച്ച ആ വിവരം നാടാകെ പരത്തുക, എന്നിട്ട് ബലമായിട്ട് കല്യാണം നടത്തുക. അതല്ലായിരുന്നു ഉദ്ദേശം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. എൻ്റെ റോയ്ച്ചനെ ഞാൻ ദേഹോദ്രവവും ഏൽപ്പിച്ചിട്ട് എനിക്കെന്ത് നേടാനാ? വെറുതെ ഉരുണ്ട് കളിക്കണ്ട. നിൻ്റെ അസല് സ്വഭാവം എനിക്ക് മനസ്സിലായി. നിൻ്റെ ആങ്ങളയോടെ എനിക്ക് വൈരാഗ്യമുണ്ട്. അത് ഞാൻ ഒരിക്കൽ തീർക്കും. നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധമില്ല. എല്ലാം ആ രാത്രിയോടെ തീർന്നു. അങ്ങനെ പറയില്ല റോയ്ച്ച. എനിക്ക് റോയ്ച്ച മാത്രമല്ലേ ഉള്ളൂ. നീ എൻ്റെ ആരുമില്ല. നിന്നെ ഞാൻ കല്യാണം കഴിക്കുമെന്ന മോഹവും വേണ്ട. നിന്നെ ഞാൻ നശിപ്പിച്ചെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നിൻ്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് നമ്മൾ വികാരം പങ്കിട്ടത്. നമ്മൾ ഒരേ ആനന്ദമാണ് അനുഭവിച്ചത്. തമ്മിലെ കടബാധ്യതകളൊന്നുമില്ലാതെ നമുക്ക് പിരിയാം. റോയ്ച്ചൻ അത് പറഞ്ഞിട്ട് വേഗത്തിൽ നടന്നുപോയി. അതിൽ പിന്നീട് റോയ്ച്ചനുമായിട്ട് സംസാരിക്കാൻ ഒത്തിട്ടില്ല. പലപ്പോഴും പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്.
തന്നോടിപ്പോൾ വെറുപ്പാണ്. അടുത്ത് കണ്ടാലോ ഒന്ന് തിരിഞ്ഞു നോക്കുകയില്ല. താൻ മിണ്ടാൻ തുനിഞ്ഞാലും ഗൗനിക്കാതെ നടന്നു കളയും. എല്ലാം സിബിച്ചായം കാരണം. സെലിൻ ഓർത്തു. എന്നാലും സിബിച്ചൻ ലോക്കപ്പിലാണല്ലോ എന്നോർത്തപ്പോൾ അവളുടെ നെഞ്ചു പൊടിഞ്ഞു. സ്വന്തം കൂടപ്പുറപ്പല്ലേ, എങ്ങനെ സഹിക്കും? അടുത്ത ദിവസം രാവിലെ 10 മണിയായപ്പോൾ പാപ്പച്ചൻ വീട്ടിലേക്ക് വന്നു. റീത്താമ്മ രാവിലെ ദേവസ്യച്ചൻ്റെ അനുയായികളെ അന്വേഷിച്ച് പോയിരിക്കുകയാണ്. പാപ്പച്ചൻ സെലിനോട് പറഞ്ഞു, നിന്റെ ആങ്ങളെ പോലീസ് തല്ലിച്ചറിച്ച് കൊല്ലാറാക്കിയെന്ന് കേട്ടല്ലോ. രാവിലെ എന്തോ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയ തോമാസിനാണ് പറഞ്ഞത്. എൻ്റെ ദൈവമേ, നേരാണോ ഇത്? പിന്നെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവർ തലോടുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെന്ത് ചെയ്യാനായിട്ടാ? നീയോ അമ്മയോ ആരെങ്കിലും സ്റ്റേഷനിൽ ചെന്ന് അവനെ ഒന്ന് കാണ്. എന്നിട്ട് വലത് തിന്നാനും കുടിക്കാനും വാങ്ങിക്കൊടുക്ക്, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകും. പോലീസുകാരെ വിശന്നു കഴിഞ്ഞാൽ മലവും മൂത്രവും മാത്രമേ കൊടുക്കൂ. സെലിന് വിഷമായി. അവൾ ഉടൻ തന്നെ വേഷം മാറി. വീട്ടിലുണ്ടായിരുന്ന കാശ് എണ്ണിപ്പെറുക്കി പോകാനൊരുങ്ങി. ഒരു ചെറിയ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു അവളെടുത്തു. പിന്നെ വീടടച്ച ശേഷം ഇറങ്ങി. അവളെ കവലയിൽ ചെന്ന് ഫ്ലാസ്ക് നിറയെ ചായ വാങ്ങി. സിബിക്ക് കഴിക്കാൻ കുറേ പലഹാരങ്ങൾ പൊതിഞ്ഞു മേടിച്ചു. പിന്നെ അതുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഇൻസ്പെക്ടറില്ല. നീ ഏതാ പെണ്ണെ? പാറാവുകാരൻ ചോദിച്ചു. സിബിച്ചേൻ്റെ പെങ്ങളാ. ആ, വഴക്കാള് സിബി. അവരവിടെ തല്ലുകൊണ്ട് കിടപ്പുണ്ടല്ലോ. അപ്പോഴേക്കും മെസ്സി രാഘവക്കുറിപ്പ് ഇറങ്ങി വന്നു. ആരെ കാണാനാ? അയാളെ ചോദിച്ചു. സിബിച്ചായനെ. അയാൾ അവളെ അടിമുടിയൊന്ന് നോക്കി. ആ, കയറി വാ. അവൾ അകത്തേക്ക് കയറി ചെന്നു. എച്ചി അവളെ സിബിയുടെ ലോക്കപ്പിന് മുന്നിൽ എത്തിച്ചു. സിബി അതിനകത്ത് ചുരുണ്ടുകൂടി അവശനായിട്ട് ഒരു നായയെപ്പോലെ കിടക്കുന്നത് സെലിൻ ഉൾക്കിടിലത്തോടെ കണ്ടു. ഉടപ്പിറന്നോളം കാണാൻ വന്നിരിക്കുന്നടാ, എണീക്കട തെമ്മാടി. എച്ചി ലാത്തി കൊണ്ട് നീട്ടി അഴികൾക്കിടയിലൂടെ സിബിയുടെ ദേഹത്ത് കുത്തിക്കൊണ്ട് പറഞ്ഞു. സിബി പണിപ്പെട്ട് എഴുന്നേറ്റിരുന്നു. പിന്നോട്ട് കയ്യും കുത്തിയാണ് ഇരിപ്പ്. തല നേരെ നിൽക്കുന്നില്ല. മുഖമാകെ ചോരപ്പാടുകൾ. കണ്ണും കവളും മൂക്കുമെല്ലാം നീര് വന്ന് ചീർത്തിരിക്കുന്നു. ഉടലെമ്പാടും ക്രൂരമായ മർദ്ദനത്തിൻ്റെ കരുവാളിച്ച ക്ഷതങ്ങൾ. മിണ്ടാൻ പോലും ത്രാണിയില്ലാത്ത വിധം അയാൾ അവശനായിരുന്നു. സെലിനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ ആശങ്കയും പരിഭ്രമവും നെളിച്ചു. സിബിച്ചായ. സെലിൻ വിങ്ങിപ്പൊട്ടി. സിബി വായ തുറന്ന് എന്തോ പറഞ്ഞു, പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. പിന്നെയും അയാൾ ശ്രമിച്ചു. നീ ഒറ്റയ്ക്കാണോ വന്നേ? ആ, അമ്മ ആരാണെ കാണാൻ പോയി. ഒറ്റയ്ക്ക് വരരുത് മോളെ, ഇവിടെ പിശാചുകളാ, മുഴുവൻ മനുഷ്യ പിശാചുകളാ. എടാ, നീ മേടിക്കും, ഇനിയും മേടിക്കും. എച്ചി കൈ ചുരുട്ടി ഭീഷണിപ്പെടുത്തി. കണ്ട മോളെ, അവരെന്നെ കൊന്നു. ഞാൻ ശവ, ജീവനുള്ള ശവം. സിബിച്ചാന് ചായയും പലഹാരവും കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചോ. അവർ അഴികൾക്കിടയിലൂടെ അത് കൊടുക്കാൻ ശ്രമിച്ചു. സിബി കണ്ണീരോടെ കൈനീട്ടി. പെട്ടെന്ന് എച്ചി തടഞ്ഞു. ഇൻസ്പെക്ടറുടെ അനുവാദമില്ലാതെ കൊടുക്കാൻ ഒക്കുകയില്ല. മാറി നിൽക്കാൻ അങ്ങോട്ടേക്ക്. എന്നും പേടിച്ച് പുറകോട്ട് മാറി. മോള് പൊയ്ക്കോ, നിൽക്കണ്ട, നിന്നാ ശരിയാവുകയില്ല. സെലിൻ കരഞ്ഞുകൊണ്ട് പിന്മാറി. വല്ലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നീ ചെന്ന് ഇൻസ്പെക്ടറെ കാണ്, അവരുടെ അനുവാദം മേടിച്ചുകൊണ്ട് വാ. ഇൻസ്പെക്ടർ ക്വാർട്ടേഴ്സിലുണ്ട്. സിബി അത് കേട്ടു. പോകരുത് സെല്ലെ, നീ പോകരുത്, അയാൾ വിളിച്ചു പറഞ്ഞു. എച്ചി അപ്പോഴേക്കും സെല്ലിനെയും കൂട്ടി സ്റ്റേഷൻ്റെ വരാന്തയിലെത്തി. കൊച്ചേ, നീ ചെന്നാ ഇൻസ്പെക്ടറോട് അനുവാദം ചോദിച്ചിട്ട് വാ. നിൻ്റെ ആങ്ങളെ 2 ദിവസമായിട്ട് ആഹാരം വെള്ളവും കഴിച്ചിട്ട്. അവൻ പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ. മാത്രമല്ല, എസ് ഐ ഇന്ന് രാത്രിയിൽ എടുത്തിട്ട് ചവിട്ടും. പക്ഷെ നീ ചെന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കും. നല്ല മനുഷ്യനാ. സെലിം മടിച്ചു നിന്നു. പഴയ അനുഭവം അവളുടെ ഓർമ്മയിലുണ്ടായിരുന്നു. ചെല്ലു പെണ്ണേ, നിൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ, നീ ആദ്യം അത് നോക്ക്. സെലിം പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവിടെ എസ് ഐയുടെ ക്വാർട്ടേഴ്സിൽ ചെന്നു. വാതിൽ മുട്ടി. എസ് ഐ വാതിൽ തുറന്നു. ആദ്യം അയാൾക്ക് ആളെ മനസ്സിലായില്ല. നീ ഏതാടി? സിബിച്ചൻ്റെ പെങ്ങളാ. ഓ, നീ. അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. മുമ്പ് തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ഇളം പെണ്ണ്. ഇപ്പോൾ അവളെ തൻ്റെ കയ്യിൽ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇന്നിവിടെ വെറുതെ വിട്ടുകൂടാ. ഈ തളിരിളം യുവതിയുടെ താരുണ്യമൊന്ന് നുകരാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല. കയറി വാടി. സെലിൻ മടിച്ച് അകത്തേക്ക് കയറി. എസ് ഐ വാതിലടിച്ച് തഴുതിട്ടു. അധ്യായം 24. സെലിൻ ഇൻസ്പെക്ടറുടെ നേർക്ക് കൈകൂപ്പി കെഞ്ചി. സർ, സിബിച്ചായന് ചായയും പലഹാരം കൊടുക്കാൻ വന്നതാ ഞാൻ. അപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു ഏമാൻ്റെ അനുവാദം മേടിക്കണമെന്ന്. സാറ് ദയവായിട്ട് എൻ്റെ ആങ്ങളയ്ക്ക് ഇത് കൊടുക്കാനൊന്ന് അനുവാദം തരണം, ഇല്ലെങ്കിൽ സിബിച്ചായൻ പട്ടിണി കിടന്ന് മരിച്ചു പോകും. ഇൻസ്പെക്ടറുടെ കാമാർത്തി പൂണ്ട കഴുകൻ കണ്ണുകൾ അവളുടെ ഇളമ്മൈനിയിലൂടെ ഒഴുകി സഞ്ചരിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് സിബിച്ചായൻ തീരെ അവശനായിരിക്കുക.
ഇത് കൊടുക്കാൻ അനുവദിക്കണം. അതിനെന്താ, നിന്നെപ്പോലെ ഒരു സുന്ദരിപ്പെണ്ണ് വന്ന് ചോദിച്ചാൽ ഞാൻ തടസ്സം പറയുമോ? വളരെ നന്ദി സാർ. സിബിച്ചായനെ ഇനിയൊന്നും ചെയ്യാതിരുന്നൊക്കെയാണെങ്കിൽ 100 പുണ്യം ഉണ്ടാവും സാറിന്. സിബിച്ചായ ഇടികൊണ്ട് ചാവാറായി. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഒന്നും ചെയ്യല്ലേ സാർ? ഒന്നും ചെയ്യില്ല. എന്നാൽ ഞാൻ പോട്ടെ സാർ. സാറിനെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ പോകാൻ വരട്ടെ. നീ ചോദിച്ചതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് നീയൊന്ന് സമ്മതിക്കടി. അയാൾ പെട്ടെന്ന് അവളെ കടന്നു പിടിച്ച് ആലിംഗനം ചെയ്തു. സാർ, എന്നെ നശിപ്പിക്കരുത്. ഏയ്, നശിപ്പിക്കാനൊന്നുമില്ല. എന്നെ വിടു സാർ. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം തകർക്കരുത്. അടങ്ങി നിൽക്കടേ അവിടെ. നീ ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്നും വഴുതിച്ചാടിപ്പോയി. ഇത്തവണ ഞാനത് സമ്മതിക്കുകയല്ല. സാറേ, എന്നെ വിട്. ഞാനൊരു പാവാണ് സാർ. എൻ്റെ ചാരിത്രം നശിപ്പിക്കരുത്. സെലിൻ കുതറിപ്പിടിഞ്ഞു. എടി, അടങ്ങി നിൽക്ക്. അയാൾ അലറി. കൊന്നുകളയും ഞാൻ, നിന്നെയും നിൻ്റെ ആങ്ങളെയും. കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ടാണ് അയാൾ ഭീഷണി മുഴക്കിയത്. സെലിൻ ഭയന്നുപോയി. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചാണ് നിനക്ക് നല്ലത്. അവൾ കുതറുന്നത് നിർത്തി. ഇൻസ്പെക്ടർ അവളുടെ താടിക്ക് പിടിച്ചുരുത്തി ചെഞ്ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അയാളുടെ കൈകൾ അവളുടെ ഇളം മേനിയിലൂടെ ഇഴഞ്ഞു നടന്നു. അയാൾ അവളെ കോരിയെടുത്ത് കിടക്കയിലേക്ക് കിടത്തി. എതിർത്തിട്ട് ഫലമില്ലെന്ന് സെലിന് മനസ്സിലായി. അവൾ അയാളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം വഴങ്ങി തുടങ്ങി. സെലിൻ ക്വാർട്ടേഴ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ സിബി കിടക്കുന്ന ലോക്കപ്പിൻ്റെ മുമ്പിൽ വന്നു. ഇതുപോലൊരു പെങ്ങളെ കിട്ടിയപ്പോൾ നീ ഭാഗ്യവാനാടാ സിബി. സിബിക്ക് മനസ്സിലായില്ല. നിനക്ക് ചായയും പലഹാരവും കഴിക്കാടാ. അത് മാത്രമല്ല, ഇനി ഇടികിട്ടൊന്നും പേടിക്കണ്ട. എന്താ സാറേ പറയുന്നത്? നിൻ്റെ പെങ്ങള് മാത്യു മുതലാളിയും കടത്തി വിട്ടിടാ. അവളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ മാത്യു മുതലാളിയുടെ പണം പുല്ലല്ലേ പുല്ല്. അല്ലെങ്കിൽ SI ആദ്യത്തിന് പണത്തിനേക്കാൾ കൂറ് പെണ്ണിനോടാ. ആദ്യം മുതലാളി കൊടുത്തതിനേക്കാൾ വലിയ കൈക്കൂലിയും കൊണ്ടല്ലേ അവളെ SIയെ കാണാൻ പോയിരിക്കുന്നത്. സെലിൻ SIയെ കാണാൻ പോയോ? അവളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലുണ്ട്. നിനക്കറിയാം. അതാ പറഞ്ഞത്, നീ സുഹൃതം ചെയ്തവനാണെന്ന്. തൻ്റെ പെങ്ങള് SIയുടെ കിടക്കറയിൽ. സിബിയുടെ തലച്ചോറിൽ ഇടിമുഴങ്ങി. ഇല്ല, അവൾ എന്തിനവിടെ പോയി? ആ ചെന്നായുടെ അടുത്തേക്ക് തീ പിടിച്ച തലച്ചോറുമായിട്ട് സിബി അഴികളിൽ മുറുകെ പിടിച്ചു നിന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സെലിൻ ചായയും പലഹാരങ്ങളുമായിട്ട് സിബിയുടെ മുമ്പിലെത്തി. തൊട്ടു പിന്നാലെ ഇൻസ്പെക്ടർ വന്നു. കൊടുക്കടി, വയറ് നിറച്ചും കഴിക്കട്ടെ അവൻ, ഇൻസ്പെക്ടർ പറഞ്ഞു. സെലിൻ ഫ്ലാസ്കും പലഹാരപ്പൊതിയും സിബിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. കഴിച്ചോടാ പന്നി. നിൻ്റെ പുന്നാര പെങ്ങൾ കൊണ്ടുവന്നതല്ലേ. എനിക്ക് അവൾ തന്നത് ഞാൻ കഴിച്ചു. ഒന്നാം തരം. സിബി സെലിനെ തുറച്ചു നോക്കി. അഴിഞ്ഞൊഴിഞ്ഞ മുടി, ചുണ്ടിലും കവിളിലും ചോര പൊടിഞ്ഞിരിക്കുന്നു. ധൃതിയിൽ വലിച്ചു വാരിയെടുത്ത വസ്ത്രങ്ങൾ, കുറ്റബോധം കൊണ്ട് കുനിഞ്ഞുപോയ മുഖം. അയാൾക്ക് എല്ലാം മനസ്സിലായി. പോയി ചാകടി, അതായിരുന്നു ഇതിനേക്കാൾ ഭേദം. അയാൾ അലറിക്കൊണ്ട് പലഹാരപ്പൊതി അവളുടെ നേർക്കെറിഞ്ഞു. കേക്കും വടയും സുഖീനും തറയിലെമ്പാടും തെറിച്ചുരുണ്ടു. സെലിൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. നീ എന്തിനാടെ ആ ഡാഷിൻ്റെ മുറിയിലേക്ക് പോയത്? നിനക്കും തള്ളയ്ക്കും വിഷം വാങ്ങിത്തന്ന ചാകാമ്മയിലായിരുന്നോ? മിണ്ടരുത് നീ റാസ്കൽ. നിലത്ത് ചവിട്ടിക്കൊണ്ട് SI ഗർജിച്ചു. നീ പോടാ ഡാഷ് മോനെ. അയാൾ അഴിക്കുവെളിയിലേക്ക് കൈനീട്ടി ഫ്ലാസ്ക് ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഇൻസ്പെക്ടർ ഏറുകൊണ്ട് വേച്ചുപോയി. വീണില്ലെന്ന് മാത്രം. അയാളെ ചുണ്ടുപൊട്ടി ചോരയൊഴുകി. ഫ്ലാസ്ക് താഴെ വീണുടഞ്ഞു. ബ്ലഡി ബാസ്റ്റഡ്, SI പല്ലുകടിച്ച് അമറി. രാത്രിയാട്ടെ, ഇന്ന് നീ ശവം. പൊന്നേമാനെ, സിബിച്ചിനൊന്നും ചെയ്യില്ലേ? സെലിൻ കെഞ്ചിക്കരഞ്ഞുപേക്ഷിച്ചു. ഡാഷ് മോളെ, നീ പോയിക്കോ വെളിയിൽ, ഇല്ലെങ്കിൽ നിന്നെയും കൊന്ന് ഞാൻ സ്റ്റേഷനകത്ത് കുഴിച്ചിടും. അയാൾ അവളെ പിടിച്ച് സ്റ്റേഷൻ്റെ വരാന്തയിലേക്ക് തള്ളി. എടാ തോമസേ, അവളെ റോഡിലിറക്കി വിട്. ഇനി സ്റ്റേഷനിലേക്ക് കയറ്റിയേക്കരുത്. PC തോമസ് അവളെ റോഡിലേക്ക് ഇറക്കി വിട്ടു. ഇനി മേലാൽ ഈ വഴിക്ക് കണ്ടുവരുത്. ഏമാൻ പറഞ്ഞത് കേട്ടല്ലോ. ഏമാൻ അരിശം വന്ന പെണ്ണാണെന്നും കരുതില്ല. യൂട്രസ് ചവിട്ടി പൊളിച്ചേക്കും. സെലിൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിൽ ചെന്നപ്പോഴേക്കും റീത്താമ്മ തിരിച്ചു വന്നിട്ടില്ല. എവിടെ പോയി എന്ന് അമ്മ ചോദിച്ചാൽ കുഴയുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവൾ. ഇപ്പോൾ ഇനി ആ പ്രശ്നമില്ല. എന്തായാലും താൻ പോയത് വെറുതെ ആയല്ലോ എന്നോർക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. സിബിച്ചായന് വേണ്ടി താൻ നശിച്ചു. ഇൻസ്പെക്ടർക്ക് വഴങ്ങിക്കൊടുത്തു. കാമാർത്തി പിടിച്ച ആ കാട്ടുപോത്ത് തന്നെ കടിച്ചു കുടയുകയായിരുന്നു.
കൊത്തിക്കുടിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ റീത്താമ്മ വന്നു. ഞാൻ ആ ദേവസി അച്ഛൻ്റെ ആൾക്കാരെ കാണാൻ പോയതാ മോളെ. സിബിച്ചനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോയെന്നറിയാൻ, റീത്താമ്മ പരവശതയോട് പറഞ്ഞു. എന്നിട്ടെന്തായി അമ്മേ? അവരെ നോക്കിയാൽ രക്ഷയില്ലെന്ന്. താൻ തൻ്റെ മാനം കളഞ്ഞിട്ടെങ്കിലും സിബിച്ചായനെ രക്ഷിക്കാൻ നോക്കിയത് വെറുതെയായെന്ന് സെലിന് പറയണമെന്നുണ്ടായിരുന്നു. സിബിച്ചായൻ എല്ലാം കളഞ്ഞു കുളിച്ചു. മാനം വിറ്റിട്ടാണെങ്കിലും ആങ്ങളെ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന പെങ്ങളോട് കൃതജ്ഞത കാണിക്കുന്നതിന് പകരം വെറുപ്പും വൈരാഗ്യമല്ലേ സിബിച്ചൻ കാണിച്ചത്? പെങ്ങളുടെ മാനം കളഞ്ഞത് വെറുതെയാകരുത്, എങ്ങനെയെങ്കിലും നയത്തിൽ പുറത്തിറങ്ങണമെന്ന് കരുതുകയല്ലേ വേണ്ടിയിരുന്നത്. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടും തനിക്ക് കിട്ടിയത് ചീത്ത. സാരല്ല, സിബിച്ചായൻ്റെ വിഷമം കൊണ്ടായിരിക്കും. താൻ കാരണം തൻ്റെ പെങ്ങളുടെ മാനം കൂടി നഷ്ടപ്പെട്ടല്ലോ എന്ന കുറ്റബോധം കൊണ്ടായിരിക്കും. അവൾ അങ്ങനെ ആശ്വസിച്ചു. ആ വീട്ടിലന്ന് അടുപ്പ് പോഞ്ഞില്ല. സെലിനും അമ്മയും ഒന്നും കഴിച്ചില്ല. സിബിയെ രക്ഷിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിക്കുകയായിരുന്നു രണ്ടുപേരും. ബംഗ്ലാവിൽ ചെന്ന് റോയിച്ചിനെ കണ്ട് പറഞ്ഞാലോ എന്ന് സെലിൻ ആലോചിച്ചു. കാല് പിടിച്ച് കരഞ്ഞാൽ കേൾക്കാതിരിക്കുമോ? ഒരിക്കലും തന്നെ ഉള്ളൊഴിഞ്ഞ് സ്നേഹിച്ചവനല്ലേ. ഇങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുമോ? വേറൊന്നും വേണ്ട, സിബിച്ചനെ രക്ഷിച്ചാൽ മാത്രം മതിയെന്ന് പറയാം. റോയിച്ചൻ പറഞ്ഞാൽ മാത്യു മുതലാളി കേൾക്കും. മാത്യു മുതലാളി മൂടിയാൽ പോലീസ് സിബിച്ചായനെ വിട്ടയക്കും. ഇനി റോയിച്ചായനേ ഉള്ളൂ ആശ്രയം. അവസാനത്തെ വാതിൽ അതാണ്. അവിടെയും ഒന്ന് മുട്ടുക തന്നെ. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പള്ളിയിൽ പോയിട്ട് മടങ്ങുന്ന വഴി അവൾ റോയിച്ചാനെ കണ്ടു. പള്ളിയങ്കണത്തിൽ 2-3 കൂട്ടുകാരുമായിട്ട് വെടിപറഞ്ഞ് നിൽക്കുകയാണ് അവൻ. സെലിൻ കുറേയേറെ മാറി കാത്തു നിൽക്കുന്നു. പഴയ പാട്ട് ഇതേ മാറി നിൽക്കുന്നല്ലടാ. റജി റോയ്ക്ക് സെലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുന്ന് പറഞ്ഞു. ഞാൻ കണ്ടു, റോയ് പറഞ്ഞു. അവളുമായിട്ട് എങ്ങനെയായിപ്പം? സണ്ണി ചോദിച്ചു. കണക്ഷനൊക്കെ വിട്ടു. അതെന്താളി അങ്ങനെ? ബോബന് ആശ്ചര്യം. പാൽപ്പായസമായാലും എല്ലാം എന്നും കഴിച്ചാലും മടുക്കൂലേ? ഞാൻ ആവോളം മുതലെടുത്ത് ചൊടിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ റിയൽ ലവ് അല്ലായിരുന്നോ? സണ്ണിക്ക് വിശ്വാസം വന്നില്ല. അവളുമായിട്ടോ? ഞാൻ അത്ര വിട്ടിയാണോടാ. ഒരു ടൈം പാസിന് അഭിനയിച്ചെന്നേ ഉള്ളൂ. എൻ്റെ അളിയ. എന്നാൽ പിന്നെ സൂത്രത്തിൽ ഞങ്ങൾക്കൊന്ന് ഒപ്പിച്ചു തരാൻ മേലായിരുന്നോ? അവളുടെ സൗന്ദര്യം കണ്ട് തലയ്ക്ക് മത്ത് പിടിച്ച് കുറേ നാൾ പുറകെ നടന്നതാണ് ഞങ്ങളും. ഞാനാണെങ്കിൽ അവളെ കെട്ടാനും തയ്യാറായിരുന്നു. പക്ഷേ അവൾ ആട്ടിപ്പയച്ചു. അനുഭവമൊക്കെ യോഗം ഉണ്ടായത് നിനക്കാണെന്ന് അറിഞ്ഞപ്പോൾ പെരുത്ത അസൂയായിരുന്നു എനിക്ക് നിന്നോട്. അതൊക്കെ പോട്ടെ, അവളൊന്ന് ഏർപ്പാടാക്കിത്താ. ഒരൊറ്റ ചാൻസ് മതി. രൂപ എത്ര വേണമെങ്കിലും മുടക്കാം. സണ്ണി ആവേശത്തോടെ പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ, റോയി പറഞ്ഞു. ആലോചിച്ചാൽ പോരാ, നിശ്ചയമായിട്ടും സംഗതി നടക്കണം. നമ്മളെ പണ്ടേ അങ്ങനെയല്ലേ? നമ്മുടെ കയ്യിൽ കിട്ടിയതിനൊക്കെ പങ്കുവെക്കാൻ നിന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. എടാ, ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കാം. ആളിവിടെ ശകലം ഇടങ്ങാറില്ല. അതാ ഞാൻ സംശയം പറഞ്ഞത്, റോയി അറിയിച്ചു. അത് സാരില്ലെന്ന്. നീ ആരാ പുള്ളി? നീ നോക്കിയാ ഓക്കെ. എന്നിട്ട് നമുക്ക് 4 പേർക്കും കൂടി ഒന്ന് കൂടണം. നടുക്കവളും ഇത് അവളെ നിന്നെ കാത്തു നിൽക്കണമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ശരി, പോയിക്കോളൂ. സംഗതി ശരിയായാലേ ഞാൻ ഫോൺ ചെയ്ത് അറിയിക്കാം. റോയിയുടെ കൂട്ടുകാർ ബൈക്കുകളിൽ കയറി യാത്രയായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സെലിൻ റോയിയുടെ അടുത്ത് വന്നു. എന്താ കാര്യം? റോയി ഗൗരവത്തിൽ ചോദിച്ചു. ഞങ്ങളെ രക്ഷിക്കണം. അതിന് ഞാൻ ദൈവമല്ലല്ലോ. സിബിച്ചായനെ രക്ഷിക്കണം. പോലീസുകാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. അവനെന്നെ തല്ലിയവനാ. അവനോട് എനിക്ക് വൈരാഗ്യമുണ്ട്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല റോയിച്ച. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. മനസ്സും ശരീരവും തന്ന് സ്നേഹിച്ചവളല്ലേ ഞാൻ. എനിക്കിങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്തു തരൂ. റോയി ആലോചിച്ചു. നാളെ ഡാഡിയും പ്രിൻസിയും വീട്ടിൽ കാണുകയില്ല. ബന്ധു വീട്ടിൽ പോയാൽ അവർ മറ്റന്നാളെ വരും. നാളെ താൻ മാത്രമാണ് ബംഗ്ലാവിൽ. ശരി, ഞാൻ ഇൻസ്പെക്ടറോടും ഡാഡിയോടൊന്നും സംസാരിക്കട്ടെ. ഡാഡി ഭയങ്കര കോപത്തിലാണ്. നീ നാളെ വീട്ടിലേക്ക് വാ. ഞാൻ വരണോ? വരണം. ശരി, വരാം. എൻ്റെ പെങ്ങളെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവനാണ് നിൻ്റെ ആങ്ങള. പോട്ടെ, നിനക്ക് വേണ്ടിയിട്ട് ഞാനത് ക്ഷമിക്കുന്നു. റോയിച്ചിനെ ദൈവം അനുഗ്രഹിക്കും. നാളെ വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ വാ. അപ്പോഴേക്കും ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ട് ഒന്ന് മയപ്പെടുത്തി നിർത്താം. ഇൻസ്പെക്ടറെ വിളിക്കാം. സെലിൻ നന്ദി പറഞ്ഞു പോയി. റോയി ഉടനെ കാറിൽ കയറി ബംഗ്ലാവിലെത്തി. തൻ്റെ 3 സ്നേഹിതന്മാർക്കും ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. ഒത്തിരി സ്നേഹം. വീണ്ടും കാണാം.